എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിവിടെ പറയുന്നത് ഓരോ വർഷത്തെയും മനുഷ്യനുണ്ടാകുന്ന ഓരോ ദുരിതങ്ങളും അപകടങ്ങളും മറ്റുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സൂക്ഷ്മതയോടെ നോക്കിയതിന് ശേഷം ഓരോ വർഷങ്ങളിലും എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ഞാൻ കൃത്യമായിട്ട് തന്നെ എല്ലാ ജനങ്ങളെയും അറിയിക്കുന്നുണ്ട്. ചില ആൾക്കാരത് സ്വീകരിക്കുന്നുണ്ട്, ചില ആൾക്കാരത് നോക്കാറില്ല. അതുകൊണ്ട് ഓരോ വർഷങ്ങളിലും വരുന്ന ആ ദുരിതങ്ങളും അപകടങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനവസാനം ഒരു വാക്ക് പറയും, വിധിയാണ്. നടക്കാനുള്ള കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ്. പക്ഷേ ഒരു കാര്യങ്ങളും ശരിയല്ല. നമ്മൾ ഓരോ മനുഷ്യരും വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യവും നമ്മളറിയാതെ ഉണ്ടാവില്ല. 2024 ഞാൻ നേരത്തെ പറയുന്നുണ്ട്, ഓരോ വർഷങ്ങളെയും നോക്കിയതിന് ശേഷം വിശദമായിട്ട് ഞാൻ എല്ലാവരെയും അറിയിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വരുന്ന ദോഷങ്ങളും അപകടങ്ങളൊക്കെ മാറും, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം. അപ്പോൾ ആരും അത് ശ്രദ്ധിക്കാൻ നോക്കാറില്ല. വരാനുള്ളത് വരും എന്ന് പറയുന്നതാണ്. വീണ്ടും ഇത് കുട്ടിക്കാലം മുതലേ പറഞ്ഞ് ശീലിപ്പിച്ചതാണ് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന സ്വഭാവം. ഈ സ്വഭാവങ്ങളൊക്കെ ഇനി മാറ്റിയേ പറ്റൂ. കുറച്ചൊക്കെ നമുക്ക് സൂക്ഷിച്ചു കഴിഞ്ഞാൽ വരുന്ന ദോഷങ്ങളും അപകടങ്ങളൊക്കെ ഒഴിവാക്കാമെന്ന്. 2020, 21, 22, 23, 24 വളരെ വളരെ ദോഷമുള്ള വർഷമായിരുന്നു. ഏറ്റവും കൂടുതൽ 2024 അപകടം ഉണ്ടായത്. അത് വെള്ളം കൊണ്ടായാലും അഗ്നി കൊണ്ടായാലും മറ്റുള്ള തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടും വളരെയധികം ദോഷമാണ് ഉണ്ടാക്കിയത്. ഞാൻ 2025 ഗുണദോഷഫലങ്ങൾ നോക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ 2024 ഡിസംബർ 31 തന്നെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 2025 ജനുവരി 1 തന്നെ അപകടങ്ങൾ ഉണ്ടാകുന്നു. ഇത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, സൂക്ഷിക്കുക. ഇവിടെ സൂക്ഷിക്കാത്തതിൻ്റെ കുഴപ്പമാണ് അപകടം ഉണ്ടാകുന്നത്. ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും ഇങ്ങനെ ഒരു മനുഷ്യനൊരു വിലയില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. ഒരു നേരം പോക്കായിട്ടാണ്. പക്ഷെ ഇത് അശ്രദ്ധ നിമിത്തമാണ് സംഭവിക്കുന്നത്. ഞാൻ നോക്കി എല്ലാവരെയും അറിയിക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾക്കൊക്കെ ഒരുമാതിരി ഇതുപോലെയാണ് വരാനുള്ളവരും എത്ര നോക്കിയാലും. പിന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഒരു അപകടം വന്നതിന് ശേഷം അതിനുണ്ടാകുന്നതായ പലതരത്തിലുള്ള വിഷമങ്ങൾ അത് അനുഭവിക്കുകയും കൂടെ ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരവസരം ഉണ്ടാക്കുകയും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നഷ്ടം ഉണ്ടാവുകയും സമയനഷ്ടം, മറ്റുള്ള നഷ്ടങ്ങൾ എല്ലാം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഓരോരുത്തരും ശ്രദ്ധയോടെ നടന്നാൽ നമുക്ക് 2025 അപകടങ്ങൾ ഒഴിവാക്കാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധാപൂർവം ഓടിക്കുക. അതുപോലെ തന്നെ ഈ ക്രോസ് ചെയ്യുന്ന സമയത്തൊക്കെ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഓടി വരുന്ന വാഹനങ്ങൾ
പെട്ടെന്ന് നിയന്ത്രിക്കാനൊന്നും സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും ചെയ്തു കഴിഞ്ഞാൽ 2025 നല്ലൊരു വർഷമാക്കി മാറ്റാം. അസുഖങ്ങൾ വന്ന് കൂടുതൽ ആൾക്കാരൊന്നും മരിക്കാറില്ല. കാരണം ഇന്ന് ശാസ്ത്രം വളരെയധികം പുരോഗമിച്ചിരിക്കുകയാണ്. വിദഗ്ധമായ ഡോക്ടർ ഉണ്ട്, പലതരത്തിലുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അസുഖം നിമിത്തം മരണം വളരെ കുറവാണ്. അപകടങ്ങൾ കൊണ്ടാണ് പോലും മരണം ഉണ്ടാകുന്നത്. 2025 ഞാൻ ഓരോ നക്ഷത്രക്കാരുടെയും ഗുണദോഷ ഫലങ്ങൾ നോക്കുന്നുണ്ട്. നോക്കുമ്പോഴെല്ലാം ദോഷമാണ്, പക്ഷെ ഞാൻ പറയുമ്പോൾ ആളുകൾക്കത് ഇഷ്ടപ്പെടാതെ വരും. പിന്നെ നല്ലതാണെന്ന് പറയുന്നത് തെറ്റായൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം ഞാൻ ഓരോ നക്ഷത്രക്കാരുടെയും ഗുണദോഷ ഫലങ്ങൾ പറയുകയാണ്. അത് ശ്രദ്ധിച്ച് കേൾക്കുക, അത് കാണുക, അതുപോലെ ചെയ്യുക. അപ്പോൾ അശ്വതി നക്ഷത്രം മുതൽ രേവതി നക്ഷത്രം വരെയുള്ള നോക്കിയതിന് ശേഷം ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ദോഷങ്ങളും അപകടങ്ങളും വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് എല്ലാവരും അത് കേൾക്കുക, കാണുക. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.